ദ ജേർണലിസ്റ്റിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സകല പ്രതീക്ഷകളും നിരന്തരമായി തെറ്റിച്ചുകൊണ്ട് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇപ്പോൾ കുവൈറ്റിലെ ചൈനീസ് കമ്പനിയുടെ കെട്ടിടം ഇറാൻ വ്യോമാക്രമണത്തിലൂടെ തകർക്കുന്നു. ഒപ്പം ഗൾഫ് മേഖലയിലെ ഏതു ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിടാൻ തങ്ങൾക്കൊരു മടിയുമില്ല എന്നും, അല്ല എങ്കിൽ അമേരിക്ക ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും പരോക്ഷമായി പറയുന്ന രീതിയിൽ ഒരു വലിയ സന്ദേശമാണ് ആ യുദ്ധത്തിലൂടെ, ആക്രമണത്തിലൂടെ ഇറാൻ നൽകിയത്. ഇന്ന് മാത്രമല്ല, അമേരിക്ക സൗദിയെ ഇറക്കിയപ്പോൾ ഇറാൻ ഹൂത്തികളെ ഇറക്കി ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു. സൗദിക്കെതിരെ ശക്തമായ തിരിച്ചടിക്ക് ആഹ്വാനം ചെയ്യും. ഇറാഖിലെ മിലീഷ്യകളെ ലക്ഷ്യമിട്ടാണ് സൗദി ആക്രമിക്കുന്നതെങ്കിൽ ഹൂത്തി വിമതർ ഗൾഫ് മേഖലയിൽ എമ്പാടും ആക്രമണം നടത്താൻ തയ്യാറായാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായും എങ്ങനെ ഇറാനെ തകർക്കുമെന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇറാന് നേരെ കഴിവിൻ്റെ പരമാവധി സംഹാരശേഷി ഉപയോഗിച്ച് ഏറ്റവും പുതിയ ആയുധങ്ങളും ബോംബർ വിമാനങ്ങളും ഉപയോഗിച്ച് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഇറാൻ കീഴടങ്ങുന്നില്ല. അവിടെയാണ് ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെയും സകല കണക്കുകൂട്ടലുകളും പൊളിഞ്ഞു പോകുന്നത്. അതായത് ഒരു തരത്തിലും ഇറാനെ കീഴടക്കാൻ കഴിയുന്നില്ല. ഫെബ്രുവരി 28-ന് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാകും, ആ യുദ്ധത്തിന് മുമ്പായി ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും ആ കലാപത്തിലൂടെ ഇറാൻ്റെ ഭരണം അട്ടിമറിക്കാനും അതിനുശേഷം അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏജൻസികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ അവിടെ ഭരണം പിടിച്ചെടുക്കാനും ഒക്കെയുള്ള വലിയ തിരക്കഥകൾ തയ്യാറാക്കപ്പെട്ടിരുന്നു എന്ന് IRGC കണ്ടെത്തിയിരുന്നു. IRGC ഏതാണ്ട് 10ഓളം അന്താരാഷ്ട്ര രഹസ്യ ഏജൻസികളുടെ പല ഘട്ടങ്ങളിലുള്ള ഏജന്റുമാരെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിൽ നിന്നാണ് ഇത്രയും വലിയൊരു പദ്ധതി ഈ ഇറാനിലെ ഭരണമാറ്റത്തിന്, യുദ്ധത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായത്. അതായത് മൊസാദും CIA-യും ഒക്കെ അടങ്ങുന്ന നിരവധിയായിട്ടുള്ള അന്താരാഷ്ട്ര ചാര സംഘടനകൾ, സ്പൈ ഏജൻസികൾ, ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകളൊക്കെ ഇറാനിൽ ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അവർ നിരന്തരമായ ചാരപ്രവർത്തനത്തിലൂടെ ഇറാനിൽ കലാപം ഉണ്ടാക്കുന്ന വിധത്തിൽ പല അക്രമ സംഭവങ്ങളും ആസൂത്രണം ചെയ്തു അത്രേ. അങ്ങനെയാണ് ഇറാനിൽ പൊടുന്നനെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായത് എന്നും, എന്നാൽ അമേരിക്ക കരുതിയതുപോലെ അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ വരാത്തതുകൊണ്ട് ആ കലാപ പദ്ധതി പൊളിയുകയായിരുന്നു എന്നുമാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇതാ ഇപ്പോൾ സമാനമായി മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സകല മേഖലയിലും കനത്ത തിരിച്ചടി നേരിട്ടതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചാരന്മാരെ ഉപയോഗിച്ച്, ചാരസംഘടനകളെ ഉപയോഗിച്ച് ഇറാനിൽ വലിയ ഒരു അട്ടിമറിക്ക് വീണ്ടും ശ്രമം നടത്തുന്നു എന്ന തരത്തിലാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ആ സ്ക്രീൻഷോട്ട് കാണിക്കാം. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതാണ്. ഇറാൻ അൺകവേഴ്സ് CIA മൊസാദ് പ്ലോട്ട്, ഹ്യൂജ് ആക്ഷൻ അൺലീഷ്ഡ് എന്നാണത് പറയുന്നത്. അതായത് CIA-യുടെയും മൊസാദിൻ്റെയും ഒക്കെ ഒരു രഹസ്യ നീക്കം അത് ഇറാൻ കണ്ടെത്തി. ഇറാൻ ക്യാപ്ചേഴ്സ് 15 CIA ആൻഡ് മൊസാദ് ഓപ്പറേറ്റീവ്സ് ഇൻ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബേസ്ഡ് ഓപ്പറേഷൻസ് അമിഡ് വാർ വിത്ത് US. അതായത് അമേരിക്കയുമായി യുദ്ധം കനക്കുന്നതിനിടെ CIA-യുടെയും മൊസാദിൻ്റെയും ഒക്കെ 15ഓളം വരുന്ന നീക്കങ്ങൾ, ഓപ്പറേറ്റിംഗ് സെൻറ്ററുകൾ അടക്കം ഇറാൻ കണ്ടെത്തി എന്നാണ് ഇതിൽ വ്യക്തമായി പറയുന്നത്. അതായത് ഇറാനിലേക്ക് മൊസാദിൻ്റെയും CIA-യുടെയും ഒക്കെ ഒരു ഇടപെടലിൽ പല സംഘടനകളും പല ശക്തികളും ഒരു ശക്തമായ ഭരണവിരുദ്ധ ഇടപെടലിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നും, ആ ഇടപെടലിൻ്റെ ഫലമായി ഇറാനിൽ ചില നിർണായകമായ സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നും, അതിനെയൊക്കെ കുർദിഷ് സേനയെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും, അതിനെയൊക്കെ ഇറാൻ കയ്യോടെ പിടിച്ച് ഈ മൊസാദിൻ്റെയും CIA-യുടെയും ഒക്കെ ആക്റ്റീവായിട്ടുള്ള ആളുകളെ ജയിലിലടയ്ക്കുകയും വിചാരണ ചെയ്യുകയും വധിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്നാണ് മൊത്തത്തിൽ ഈ വാർത്തയുടെ ആകത്തുക. അതായത് സഹദാൻ, ചബഹാർ, ഇറാൻ ഷഹർ, ഖാഷ്, തഫ്താൻ, നിക്ഷഹർ, കസ്രി ഖാൻ എന്നിവിടങ്ങളിൽ നടത്തിയ രഹസ്യാന്വേഷണ ഓപ്പറേഷനുകൾക്കിടയിലാണ് ഈ പറയുന്ന ആളുകളെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശൃംഖലകൾക്കെതിരെ ഇറാൻ്റെ തുടർച്ചയായ ഓപ്പറേഷനുകളുടെ ഭാഗമായി സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ നീക്കം നടത്തിയത്. അതായത് രാജ്യത്തേക്ക്, ഇറാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന 4 ടീമുകളെ കണ്ടെത്തി എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്തയിൽ പറയുന്നത്.
തെക്ക് കിഴക്കൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സായുധ സംഘത്തെയാണ് പൊതുവിൽ ഇറാൻ ലക്ഷ്യമിട്ടത് എന്നും എന്നാൽ ആ ലക്ഷ്യമിട്ട് അത്തരം നീക്കങ്ങൾ നടത്തിയതിലൂടെ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ബന്ധങ്ങൾ സംശയിക്കുന്ന ആളുകളെ പിടികൂടിയെന്നും ഈ വാർത്തയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CIA-ക്കും മൊസാദിനുമെതിരെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഏജൻറ്റുമാർക്കെതിരെ ഇപ്പോൾ ഇറാൻ കൈക്കൊള്ളുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ ഇറാനെതിരായി പ്രവർത്തിച്ച രാജ്യത്തിനകത്തുള്ള ചാരന്മാരെ അന്ന് വലിയ തോതിലുള്ള ഓപ്പറേഷൻ നടത്തി ഏതാണ്ട് 40-ലധികം പ്രവിശ്യകളിൽ നിന്ന് 1000-ലധികം ചാരന്മാരെ പിടികൂടി എന്നൊക്കെ അന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ആ പറയുന്ന ആളുകൾക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ ഇപ്പോൾ കൂടുതലായും ശക്തമായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും ഇറാനെ തകർക്കാനുള്ള തച്ചുടയ്ക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ മറുവശത്ത് ഇതിന് കാരണക്കാരായ യുദ്ധത്തിന് കാരണക്കാരായവർക്കെതിരെയൊക്കെ കർശനമായ നടപടികൾ സ്വീകരിക്കാനും ഇറാനെ തകർക്കാൻ വേണ്ടി പാശ്ചാത്യ ശക്തികൾ സ്ഥാപിച്ചിട്ടുള്ള പോയിന്റുകളിൽ അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിലുള്ള ആളുകളെ കണ്ടെത്താനും അത്തരം കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ ഇറാൻ ശക്തമാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കുക, ഈ റെയ്ഡുകളിൽ വലിയ തോതിലുള്ള ആയുധ ശേഖരങ്ങളും പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. കലാഷ്നിക്കോഫ് റൈഫിളുകൾ, വെടിക്കോപ്പുകൾ, മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15ഓളം പേരെ ഈ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകളിൽ സജീവമായി നിൽക്കുന്ന 15-ലധികം പേരെ അറസ്റ്റ് ചെയ്തുവെന്നും അധികൃതർ അവകാശപ്പെടുന്നുണ്ട്. ഇറാനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ തന്നെ സാമ്പത്തിക സൗകര്യങ്ങൾ, പൊതുസേവനങ്ങൾ, ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ, മറ്റ് നിർണായക ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവ ലക്ഷ്യമാക്കി സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ നിന്ന് ഏകോപിത അട്ടിമറി ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന വിവരമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. ജൂലൈ ആദ്യ പകുതിയിൽ 4 തീവ്രവാദ സെല്ലുകൾ പൊളിച്ചു മാറ്റിയെന്നും 2 പ്രതികൾ മരിച്ചുവെന്നും മറ്റ് 10 പേരുടെ അറസ്റ്റ് നടന്നിട്ടുണ്ട് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയെന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അതായത് ഇതിനു മുമ്പും ഇത്തരം ഓപ്പറേഷനുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇറാനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന CIA, മൊസാദ് ബന്ധമൊക്കെയുള്ള പല ഇൻ്റലിജൻസ് ചാരന്മാരെയും പിടികൂടുന്നത്. അവർക്കെതിരായ ശിക്ഷാ നടപടികൾ ഒരു വശത്ത് ശക്തമാക്കുന്നു, മറ്റൊരു വശത്ത് ഇവരുമായുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതിന് കണക്കുകൾ പുറത്തു വരുന്നു. എന്തായാലും ഇതെല്ലാം ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ വിരുദ്ധ ശക്തികൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും മൊസാദിനെയൊക്കെ സംബന്ധിച്ച് ഇത്തരമൊരു ഓപ്പറേഷൻ ഇറാൻ നടത്തിയത് വലിയ തിരിച്ചടിയാണ്. രണ്ടാമത്തെ കാര്യം, ഇറാൻ ഇപ്പോഴും ശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ളത് CIA-ക്കും മൊസാദിനും വലിയ നാണക്കേടാണ്. കാരണം ലോകമറിയപ്പെടുന്ന, ലോകം ഏറ്റവും വലിയ ചാരസംഘടനകളെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഗ്രൂപ്പുകൾ ഇവരെ കൊണ്ട് ഇറാൻ്റെ കഴിവ് എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഇറാൻ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇവരുടെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ ആരോപണ വിധേയരായിട്ട് നിൽക്കുക. ആരോപണ വിധേയരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല എന്ന രീതിയിൽ പഴി കേൾക്കേണ്ടി വരുന്ന, ആ വാക്കാണ് ശരി, പഴി കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന ഗ്രൂപ്പുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനിടയിലാണ് ഇവരുടെ ഒരു വലിയ ഓപ്പറേഷൻ, ഇറാനിലേക്ക് നടത്തിയ ഒരു വലിയ ഓപ്പറേഷൻ തകർന്നടിയുന്ന വിധത്തിലേക്കുള്ള അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇറാന് നേരെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരെ തകർക്കാനുള്ള പാശ്ചാത്യ ശക്തികളുടെ നീക്കങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടിക്കുന്ന വിധത്തിൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിൻ്റെ ഭാഗമായിട്ടാണ് മൊസാദിനും CIA-ക്കും ഒക്കെ ശക്തമായ തിരിച്ചടി കിട്ടുന്ന വിധത്തിലുള്ള ഈ ഉഗ്ര നീക്കവും അരങ്ങേറിയിരിക്കുന്നത്.